രാവിലെ ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഫറൂഖ് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫറൂഖിലെത്തിയപ്പം ക്രിസ്മസ് ട്രീ മേടിക്കണോ മേടിക്കണ്ടേ എന്നുള്ള സംശയത്തിൽ ഞങ്ങളിങ്ങനെ നിൽക്കുകയായിരുന്നു. പക്ഷേ അതവിടെ കണ്ടപ്പോൾ പിന്നെ മേടിക്കാതെ എങ്ങനെയാണ് പോരുക. ക്രിസ്മസ് ട്രീയും അപ്പൂപ്പൻ്റെ തൊപ്പിയും മുഖംമൂടിയൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ LED ബൾബ് മേടിക്കാൻ പോയ സമയമായപ്പോൾ ഞങ്ങൾ ദക്ഷുവിന് വേണ്ട ഫ്രൂട്ട്സും ബേക്കറിയും ഒക്കെ അങ്ങ് വാങ്ങിച്ചു കേട്ടോ. അതൊക്കെ മേടിച്ച് സെറ്റാക്കി വീട്ടിലേക്ക് വന്നേ. വീട്ടിൽ വന്ന പാടെ അവന് മുന്തിരി കഴുകി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ മുന്തിരി കഴുകി കൊടുത്ത് ഞാൻ മെല്ലെ പ്ലം കേക്കും കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണമല്ലോ. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി ഇത് സെറ്റ് ചെയ്യാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ആദ്യം ചെറുതാകുന്നുണ്ടായിരുന്നു കേട്ടോ, ഒരു വയസ്സുള്ള സമയത്ത് അതൊക്കെ എവിടേക്കോ എത്തി. അപ്പം ആ ഒരു മനസ്സിൽ ആ ഒരു സങ്കല്പം വെച്ചിട്ടാണ് ഞാൻ ദക്ഷുവിനത് ചെയ്യുമ്പോൾ അടുത്ത് നിർത്തി കേട്ടോ. പക്ഷേ പ്രാവശ്യം വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ. കുറച്ചും കൂടി മെച്ചുവേർഡായല്ലോ, അതുകൊണ്ടായിരിക്കും. അതൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ എൻ്റെ കൂടെ തന്നെ സഹായിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിലുള്ള ചെറിയ ഗിഫ്റ്റിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അമ്മ അതെന്താ ഗിഫ്റ്റാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അത് ഗിഫ്റ്റാണ്, ക്രിസ്മസ് അപ്പൂപ്പ തന്ന ഗിഫ്റ്റാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഗിഫ്റ്റല്ലേ, അത് പൊളിച്ച് നോക്കണമല്ലോ. അപ്പോൾ അവനതെടുത്ത് പൊളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൊളിച്ചപ്പോൾ അതാ ഇങ്ങനെ ആയിട്ടുണ്ട്. അവനെ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അറിയാതെ ചെയ്തതാണ്. അപ്പം ബാക്കിയൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്ത് കുലയിൽ മുറ്റത്ത് കൊണ്ട് വെച്ചിട്ട് അത് കൊണ്ട് വെച്ചപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് സന്തോഷക്കളിയാണ് കേട്ടോ. ഇന്നിപ്പോൾ വൈകുന്നേരം ദക്ഷുവിൻ്റെ ഫ്രണ്ട്സ് ഇത് കണ്ടാൽ ഭയങ്കര കരച്ചിലായിരിക്കും, ഇനി വീട്ടിലത് വേണമെന്ന് പറഞ്ഞിട്ട്.